നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ജനുവരി മാസത്തിൽ അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. ഇടവത്തിൽ ഗുരു, കർക്കിടകത്തിൽ കുജൻ. ജനുവരി 21 വക്രാവസ്ഥയിൽ മിഥുനത്തിലേക്ക് കുജൻ സഞ്ചരിക്കുന്നു. കന്നിയിൽ കേതു, ധനുവിൽ രവി, ബുധൻ. രവി ജനുവരി 14 മകരത്തിലേക്ക് സഞ്ചരിക്കും. ബുധൻ ജനുവരി 24 മകരത്തിലേക്ക് രാശി മാറും. ശുക്രൻ കുംഭത്തിൽ ജനുവരി 28 മീനത്തിലേക്ക് സഞ്ചരിക്കും. ശനി കുംഭത്തിൽ, സർപ്പൻ മീനത്തിൽ. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കണം. ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. ജനുവരി മാസത്തിൽ സൂര്യൻ മേടൻ രാശിയുടെ 9ഉം 10ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മേടൻ രാശിയുടെ 5ാം ഭാവാധിപനാണ് സൂര്യൻ. മേടൻ രാശിയുടെ ഭാഗ്യസ്ഥാനത്തു കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന സമയം അപമാനം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ചിലവുകൾ കൂടുകയും വരവ് കുറയുകയും ചെയ്യുന്ന സമയമാണ്. മനസ്സമാധാനം കുറവായിരിക്കും. ബന്ധുക്കളുടെ വിരോധത്തിന് പാത്രമാകും. എന്നാൽ 2025 ജനുവരി 14 സൂര്യൻ മകരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ശമനമുണ്ടാകും. ധനവരവ് വർദ്ധിക്കും. ബന്ധുജനങ്ങളുടെ സ്നേഹം തിരിച്ചു കിട്ടും. ജന്മരാശ്യാധിപനായ കുജൻ 4ാം ഭാവത്തിലാണ് ജനുവരി 21 വരെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വാഹനം സൂക്ഷിച്ച് ഓടിക്കുകയും ആരോഗ്യം സൂക്ഷിക്കുകയും ചെയ്യണം. 10ാം ഭാവാധിപനായ ശനി 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊഴിലിൽ നിന്ന് ലാഭം വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്ത് സന്തോഷവും സമാധാനവും അംഗീകാരവും ലഭിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. 5ാം ഭാവാധിപനായ സൂര്യൻ 9ഉം 10ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് നേട്ടങ്ങളുടെ സമയമാണ്. കൂടാതെ സൂര്യൻ ജനുവരി 14 വരെ ബുധനോട് യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിച്ചാണ് ധനുരാശിയിൽ നിൽക്കുന്നത്. ഈ നിപുണയോഗത്തിൻ്റെ ഫലമായി വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം, വിദേശ പഠനം എന്നിവയ്ക്ക് സൗകര്യമുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. 7ാം ഭാവാധിപനായ ശുക്രൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദമ്പതികൾക്ക് ഉത്തമമായ സമയമാണ്. പങ്കാളിക്ക് വരുമാനം കൂടും. ബിസിനസ്സുകാർക്ക് സമയം മെച്ചമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പങ്കാളിയുടെ സപ്പോർട്ട് ഉണ്ടാകും. 9ാം ഭാവാധിപനായ ഗുരു 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ധനം പല സോഴ്സുകളിൽ നിന്നും കയ്യിൽ വന്നു ചേരും. ഗുരു 2ാം ഭാവത്തിൽ വക്രാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഗുണഫലങ്ങൾ കൂടും. ജനുവരി 21 വരെ കുജൻ 4ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വക്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കുജൻ ഗുണങ്ങളാണ് ചെയ്യുന്നത്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലുള്ള തർക്കങ്ങൾ അവസാനിക്കും. വീട്, ഭൂമി എന്നിവ കൈവശം വരാനും സാധിക്കും. 6ലെ കേതു ധനലാഭത്തെയും സുഖത്തെയും സൂചിപ്പിക്കുന്നു. ബുധൻ ജനുവരി മാസത്തിൽ 9ഉം 10ഉം ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. 9ൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. എന്നാൽ ജനുവരി 24 ശേഷം മകരത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പുതിയ സ്ഥാനമാനങ്ങളും സന്തോഷവും നൽകും. 11ലെ ശുക്രൻ ധനലാഭവും പ്രതാപവും കാര്യവിജയവും നൽകും. 12ലെ രാഹു ചിലവുകൾ ഉണ്ടാക്കും. രാഹു മാത്രമേ ദോഷഫലങ്ങൾ നൽകുന്നുള്ളൂ. ആയതിനാൽ രാഹുദോഷത്തിനായി ഗണപതി ഭഗവാനെ ദർശനം നടത്തുകയും ഇഷ്ടവഴിപാടുകൾ നടത്തുകയും ചെയ്യണം. ദോഷം മാറിക്കിട്ടും. അങ്ങനെ 2025 ജനുവരി മാസം മേടക്കൂറുകാർക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു മാസമാണ്. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. സൂര്യൻ ജനുവരി മാസത്തിൽ ഇടവൻ രാശിയുടെ 8, 9 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യനെ പ്രതികൂല ഭാവങ്ങളാണ്. ശത്രുക്കളുമായി തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. പത്നികോപം, അപവാദം, ബന്ധുവിരഹം, മനസ്സുഖമില്ലായ്മ, ധനച്ചിലവ് എന്നിവയാണ് മേൽപ്പറഞ്ഞ 2 ഭാവങ്ങളിലും സൂര്യൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. 8ൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. 10ാം ഭാവാധിപനായ ശനി ജന്മരാശ്യാധിപനായ ശുക്രനോട് യോഗം ചെയ്ത് 10ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു. ഈ യോഗം വളരെ ഗുണപ്രദമാണ്. ശുക്രൻ ശനിയുടെ ബന്ധുഗ്രഹമാണ്. കർമ്മരംഗത്ത് പുഷ്ടിയുണ്ടാകും.
സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ചിത്രരചന നടത്തുന്നവർക്കും അനുകൂല സമയമാണ്. 10ാം ഭാവത്തിലേക്ക് കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൊഴിൽ സ്ഥലത്തെ ഒരു ശ്രദ്ധ വേണം. ശാന്തത പാലിക്കണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണം. പെട്ടെന്ന് തൊഴിൽ സ്ഥലത്ത് നിന്ന് ഒരു മാറ്റത്തിന് ശ്രമിക്കരുത്. ശത്രുക്കളുടെ ശല്യമുണ്ടാകും. 5ാം ഭാവാധിപനായ ബുധൻ 8, 9 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ബുധൻ 8ൽ സഞ്ചരിക്കുമ്പോൾ രവി ബുധ നിപുണയോഗം സംഭവിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു. ഉന്നത പഠനത്തിന് സാധ്യത കാണുന്നു. മത്സര പരീക്ഷകളിൽ നല്ല വിജയം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്കും സമയം മെച്ചമാണ്. വിദേശ ജോലിക്ക് സാധ്യത കൂടുതലാണ്. പ്രണയിക്കുന്നവർക്ക് മധ്യമ സമയമാണ്. 7ാം ഭാവാധിപനായ കുജൻ 3ാം ഭാവത്തിൽ വക്രാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വക്രാവസ്ഥയിൽ നിൽക്കുന്ന കുജൻ ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഇത് ദമ്പതികൾക്ക് ഗുണകരമാണ്. ബിസിനസ്സുകാർ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. വിവാഹാലോചനകൾ നടക്കും. പക്ഷേ പങ്കാളിയുടെ സ്വഭാവത്തെപ്പറ്റി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. 9ാം ഭാവാധിപനായ ശനി 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കർമ്മരംഗത്ത് ഉയർന്ന പദവികളും വരുമാനവും ലഭിക്കും. രാഷ്ട്രീയക്കാർക്ക് മെച്ചമായ സമയമായിരിക്കും. ജന്മത്തിലെ ഗുരു ഗുണഫലങ്ങൾ കൂടുതലായി നൽകുന്നില്ല. പക്ഷേ 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് ഗുരു വീക്ഷിക്കുന്നത് കൊണ്ട് ആ ഭാവങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകും. 3ലെ കുജൻ ജനുവരി 21 വരെ ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഗുരുവിൻ്റെ വീക്ഷണം കൊണ്ട് 5ലെ കേതുവിന് ദോഷഫലങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഗോചരവശാൽ 10ലെ ശുക്രൻ വലിയ ഫലങ്ങൾ നൽകുകയില്ല. പക്ഷേ ശുക്രനും ശനിയും കൂടി യോഗം ചെയ്തു നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുക. 11ലെ സർപ്പനും വരുമാനവും സുഖവും നൽകും. ശനി നേർഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കണ്ടകശനിക്ക് ശമനമുണ്ടാകും. ഗുരു, ശിഖി, രവി, ശനി എന്നീ ഗ്രഹങ്ങൾക്കാണ് പരിഹാരം ചെയ്യേണ്ടുന്നത്. ആയതിനാൽ ദോഷപരിഹാരത്തിനായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിയുടെ 7ഉം 8ഉം ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ ജനുവരി മാസത്തിൽ സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യനെ അനിഷ്ടഭാവങ്ങളാണ്. മിഥുനൻ രാശിയുടെ 3ാം ഭാവാധിപനാണ് സൂര്യൻ. വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭാര്യാപുത്രാദികൾക്ക് രോഗം, യാത്രാക്ഷീണം, ഉദരരോഗം, ശത്രുക്കളുമായി വഴക്ക്, പത്നീകോപം എന്നിവയാണ് മേൽപ്പറഞ്ഞ ഭാവങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഫലങ്ങൾ. കൂടാതെ ജനുവരി 21-ന് 6ാം ഭാവാധിപനായ കുജൻ വക്രാവസ്ഥയിൽ ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ജനുവരി 14-ന് രവി അഷ്ടമത്തിലേക്കും സഞ്ചരിക്കും. ഈ സമയത്ത് ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കണം. വാഹനം സൂക്ഷിച്ചോടിക്കണം. ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. 10ാം ഭാവാധിപനായ ഗുരു 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജോലിസ്ഥലത്ത് സുഖക്കുറവുണ്ടാകും. അലച്ചിലും യാത്രയും ഉണ്ടാകും. ട്രാൻസ്ഫറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും അപ്രീതി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 10ലെ രാഹു തൊഴിൽ സ്ഥലത്തെ മാറ്റത്തിന് പ്രേരിപ്പിക്കും. പക്ഷേ അത് പാടില്ല. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. 5ാം ഭാവാധിപനായ ശുക്രൻ 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണകരമാണ്. ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ കുട്ടികൾക്ക് പറ്റിയ സമയമാണ്. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. 7ാം ഭാവാധിപനായ ഗുരു 12ലാണ് സ്ഥിതി ചെയ്യുന്നത്. ദാമ്പത്യം അത്ര സുഖകരമായിരിക്കില്ല. ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം. വിദേശ ബിസിനസ്സുകാർക്ക് പ്രശ്നമൊന്നുമില്ല. വിവാഹ ആലോചനകൾ ധാരാളം വരും. പക്ഷേ ഉടനെ നടക്കത്തില്ല. 9ാം ഭാവാധിപനായ ശനി 9ൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഗ്യത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല. എല്ലാ കാര്യങ്ങൾക്കും ദൈവാധീനമുണ്ടാകും. 2ൽ നിൽക്കുന്ന കുജൻ ജനുവരി 21-ന് വക്രാവസ്ഥയിൽ ജന്മത്തിലേക്ക് സഞ്ചരിക്കും. 2 ഭാവങ്ങളിലും കുജൻ നിൽക്കുന്ന സമയം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല. കാരണം കുജൻ വക്രാവസ്ഥയിൽ ഗുണഫലങ്ങളാണ് ചെയ്യുന്നത്. 4ലെ കേതുവിനെ ഗുരു വീക്ഷിക്കുന്നുണ്ട്. 7ലെ ബുധൻ സുഖഹാനിയെ സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് സർക്കാരിൽ നിന്നും അപ്രീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 8ഉം 9ഉം ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. ധനലാഭവും സുഖവും അഭീഷ്ടലാഭവും ആരോഗ്യവുമാണ് ശുക്രൻ നൽകുന്ന ഫലങ്ങൾ. 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു വക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല.
ധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഗുരുവും സൂര്യനും കുജനുമാണ് പ്രതികൂലരായി നിൽക്കുന്നത്. കൂടുതലായും സൂര്യനാണ് പ്രതികൂലൻ. ഗുരുവും കുജനും വക്രാവസ്ഥയിലായതുകൊണ്ട് കുറേ ഗുണഫലങ്ങൾ നൽകുന്നുണ്ട്. ആയതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും മഹാവിഷ്ണു ക്ഷേത്രം, ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. അടുത്തതായി കർക്കിടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. കർക്കിടകത്തിൻ്റെ 2ാം ഭാവാധിപനാണ് സൂര്യൻ. സൂര്യൻ ജനുവരി മാസത്തിൽ കർക്കിടകത്തിൻ്റെ 6ഉം 7ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ കാര്യലാഭവും സന്തോഷവും നൽകുന്നു. ശത്രുക്കളുടെ നാശവും രോഗശമനവും നൽകും. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനുള്ള സമയമാണിപ്പോൾ. എല്ലാവരുടെയും ബഹുമാനം ലഭിക്കും. എന്നാൽ ജനുവരി 14 ശേഷം 7ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ കുടുംബത്തിൽ പ്രശ്നങ്ങളും യാത്രാക്ഷീണവും ഉദരരോഗവും ഉണ്ടാക്കുന്നു. 10ാം ഭാവാധിപനായ കുജൻ ജനുവരി 21 വരെ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യും. ശേഷം മിഥുനത്തിലേക്ക് വക്രാവസ്ഥയിൽ രാശിമാറ്റം നടത്തും. വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്ന കുജൻ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. കർമ്മരംഗത്ത് പുഷ്ടിയും വരുമാനവും വർദ്ധിക്കും. എന്നാലും തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. പുതിയ തൊഴിലിൽ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. കൂടെ സഹകരിക്കുന്നവരുമായി രമ്യതയിൽ കഴിയണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ജനുവരി 21 ശേഷം ഗുണകരമാണ്. കുജൻ ജന്മരാശിയുടെ 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിരിക്കും. 9ാം ഭാവാധിപനായ ഗുരു 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് എല്ലാ ഭാഗ്യാനുഭവങ്ങളും നൽകും. സ്ഥാനമാന ലാഭവും ആനന്ദപ്രാപ്തിയും സന്താന ലാഭവും കാര്യവിജയവുമാണ് 11ൽ സഞ്ചരിക്കുന്ന ഗുരു നൽകുന്നത്. 5ാം ഭാവാധിപനായ കുജൻ ജനുവരി 21 വരെ ജന്മരാശിയിലും ശേഷം വക്രാവസ്ഥയിൽ 12ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് അലസത ഉണ്ടാകും. അത് ശ്രദ്ധിക്കണം. പ്രയത്നിച്ചാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. പ്രണയിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കുകയില്ല. 7ാം ഭാവാധിപനായ ശനി 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ 7ലേക്ക് ഗുരു വീക്ഷണമുണ്ട്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ രവി 7ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ദമ്പതികൾ വളരെ സൂക്ഷിക്കണം. വിവാഹാലോചനകൾക്ക് തടസ്സം വരാം. ജനുവരി 24 വരെ 6ൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ എല്ലാ കാര്യങ്ങളിലും വിജയവും പഠനത്തിൽ സഹായവും വരുമാന വർധനവും നൽകും. 8ലെ ശുക്രനും സുഖവും സന്തോഷവുമാണ് നൽകുന്നത്. 9ലെ സർപ്പൻ നല്ല ഫലങ്ങളല്ല നൽകുന്നത്. 3ലെ കേതുവും ധനവർധനവിനെ സൂചിപ്പിക്കുന്നു. 3ലെ കേതു ധനവരവിനെ സൂചിപ്പിക്കുന്നു. കുജനും സൂര്യനും ശനിക്കും വേണ്ടിയാണ് പരിഹാരം ചെയ്യേണ്ടുന്നത്. ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനവും നടത്തുക. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും. അടുത്തതായി ചിങ്ങൻ രാശി. മകം, പൂര, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ രാശ്യാധിപനാണ് സൂര്യൻ. ചിങ്ങൻ രാശിയുടെ 5, 6 ഭാവങ്ങളിലൂടെയാണ് ജനുവരി മാസത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത്. സൂര്യൻ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ആരോഗ്യഹാനിയും മനഃചാഞ്ചല്യവും ശത്രുഭയവും രോഗഭയവും പരിഭ്രമവുമാണ് ഫലം. എന്നാൽ ജനുവരി 14 ശേഷം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ സന്തോഷവും മനോധൈര്യവും രോഗമുക്തിയും ആത്മധൈര്യവും നൽകുന്നു. ജനുവരി 14 ശേഷം കുജനും രവിയും തമ്മിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. ദൂരയാത്രകൾ കുറയ്ക്കണം. 10ാം ഭാവാധിപനായ ശുക്രൻ ജനുവരി 24 വരെ മകരത്തിലും ശേഷം കുംഭത്തിലുമാണ് സഞ്ചരിക്കുന്നത്. 10ൽ ശനിയുമായി യോഗം ചെയ്യുന്നു. 10ൽ യോഗം ചെയ്യുന്ന ശനി ശുക്രന്മാർ സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ചിത്രരചന നടത്തുന്നവർക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകും. 10ാം ഭാവാധിപനായ ശുക്രൻ 7ൽ നിൽക്കുന്ന സമയം കർമ്മരംഗത്തെ ഉയർച്ചയുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. ബിസിനസ്സുകാർക്കും അതുപോലെ നേട്ടങ്ങളുടെ സമയം തന്നെയാണ്. 5ാം ഭാവാധിപനായ ഗുരു 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെ നല്ല സമയമാണ്. പ്രണയിക്കുന്നവർക്കും സമയം മെച്ചമാണ്. 7ാം ഭാവാധിപനായ ശനി 7ൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ദമ്പതികൾക്ക് അനുകൂലത നൽകുന്നു. ബിസിനസ്സുകാർക്കും ഇത് മെച്ചപ്പെട്ട സമയമായിട്ടെടുക്കാം. പക്ഷേ കുജൻ്റെ 7ലേക്കുള്ള ദൃഷ്ടി ജനുവരി 21 വരെയുണ്ട്.
അതുകൊണ്ട് ബിസിനസ് രംഗത്ത് ശ്രദ്ധിക്കണം. ദമ്പതികൾ കലഹമുണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. 12-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കുജൻ ഈ സമയത്ത് വലിയ ദോഷങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് നൽകുകയില്ല. കാരണം വക്രാവസ്ഥയിലാണ് കുജൻ. നല്ല ഫലങ്ങളാണ് ആ സമയത്ത് കുജൻ നൽകുന്നത്. 21-ന് ശേഷം 11-ലേക്ക് വരുമ്പോൾ നല്ല ഫലങ്ങൾ കൂടുതലായി നൽകും. അതുപോലെ തന്നെ 10-ലെ ഗുരുവും വക്രാവസ്ഥയിലാണ്. അതുകൊണ്ട് ഗുരു നല്ല ഫലങ്ങളാണ് നൽകുന്നത്. 2-ലെ കേതു ധനനാശത്തെ കാണിക്കുന്നു. 5-ൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ജനുവരി 24 വരെ പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. ശേഷം ഗുണാനുഭവങ്ങൾ നൽകും. 8-ലെ രാഹു ശരീരപീഡ ഉണ്ടാക്കും. ചിങ്ങക്കൂറുകാർക്ക് ഒരു മധ്യമമായ ഫലമാണ് ജനുവരി മാസത്തിൽ ലഭിക്കുക. ആയതിനാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇഷ്ട വഴിപാടുകൾ നടത്തുക. അടുത്തതായി കന്നിരാശി. ഉത്തരമൂക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. സൂര്യൻ കന്നിരാശിയുടെ 12-ാം ഭാവാധിപനാണ്. നിലവിൽ സഞ്ചരിക്കുന്നത് കന്നിരാശിയുടെ 4ഉം 5ഉം ഭാവങ്ങളിലൂടെയാണ്. 2 ഭാവങ്ങളും സൂര്യനെ പ്രതികൂല ഭാവങ്ങളാണ്. ഗ്രഹത്തിൽ കലഹവും സ്ത്രീകളെ കൊണ്ട് ക്ലേശവും ശരീരപീഡയും ധനച്ചെലവുകളുമാണ് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്നത്. എന്നാൽ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ മനഃചാഞ്ചല്യവും രോഗഭയവും പരിഭ്രമവും നൽകുന്നു. അഷ്ടമാധിപനായ കുജൻ ജനുവരി 21-ന് ശേഷം കന്നിരാശിയുടെ 10-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. അതിനുശേഷം കുജൻ കന്നിരാശിയിലേക്ക് വീക്ഷിക്കുന്നു. ഇത് ശരീരക്ലേശമുണ്ടാക്കാം. കൂടാതെ ജന്മത്തിലെ കേതുവിൻ്റെ സ്ഥിതിയും ശ്രദ്ധിക്കണം. പക്ഷേ ഗുരു ജന്മത്തിലേക്ക് വീക്ഷിക്കുന്നുണ്ട്. 10-ാം ഭാവാധിപനായ ബുധൻ 4, 5 എന്നീ ഭാവങ്ങളിലായി സഞ്ചരിക്കുന്നു. ബുധൻ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസുഖവും ധനലാഭവും കുടുംബസുഖവും കർമ്മരംഗത്തെ അഭിവൃദ്ധിയും ഉണ്ടാകും. ജനുവരി 24-ന് ബുധൻ മകരത്തിലേക്ക് രാശി മാറുമ്പോൾ തൊഴിൽ രംഗത്ത് ശ്രദ്ധ വേണം. അനാവശ്യ വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. കർമ്മഭാവാധിപനായ ബുധൻ ജനുവരി 24 വരെ കർമ്മഭാവത്തിലേക്ക് വീക്ഷിക്കുന്ന സമയമാണ്. ഇത് ജോലിയിലിരിക്കുന്നവർക്ക് പ്രമോഷനുകളും പ്രശംസകളും ലഭിക്കും. ജനുവരി 21-ന് ശേഷം കുജൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സമയം നല്ലതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കും. 7-ാം ഭാവാധിപൻ 9-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ബിസിനസ്സുകാർക്ക് അനുകൂല ഫലങ്ങളാണ് ലഭിക്കുക. ഗുരു വക്രാവസ്ഥയിലാണ്. ഗുണം കൂടുതലായി നൽകും. ദമ്പതികൾക്കും സമയം അനുകൂലമാണ്. 7-ലെ രാഹു കലഹമുണ്ടാക്കാൻ ശ്രമിക്കും. 5-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ പഠനത്തിന് അനുകൂല സമയമാണ്. സഹപ്രവർത്തകരിൽ നിന്നും ശത്രുത ഉണ്ടാകാതെ സൂക്ഷിക്കണം. കോമ്പറ്റീഷനുകളിൽ മികവ് പ്രകടിപ്പിക്കാൻ കഴിയും. പ്രണയിക്കുന്നവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. വിവാഹാലോചനകൾ ധാരാളമായി വരും. പക്ഷേ നല്ലവണ്ണം അന്വേഷിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. 6-ൽ സ്ഥിതി ചെയ്യുന്ന ശനി കുടുംബസുഖവും സ്ത്രീസുഖവും ശത്രുവിജയവും ഗ്രഹഭാഗ്യവും സുഖസമൃദ്ധിയും നൽകും. 9-ലെ ഗുരു ധനലാഭവും പുത്രസുഖവും ഗ്രഹലാഭവും നൽകും. ശക്തരായ 2 ഗ്രഹങ്ങൾ ഗുണഫലങ്ങൾ നൽകുന്നതുകൊണ്ട് ജനുവരി മാസം കന്നിരാശിക്കാർക്ക് ശോഭനമായിരിക്കും. കൂടാതെ 6-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ്റെ സമയവും 4-ൽ സഞ്ചരിക്കുന്ന ബുധൻ്റെ സമയവും എല്ലാം നല്ല ഫലങ്ങളാണ് തരിക. കുജൻ ജനുവരി 21 വരെ ഗുണഫലങ്ങൾ തരും. ജന്മത്തിലെ ശിഹി 7-ലെ സർപ്പനും പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കുമെങ്കിലും ശിഹിയെ ഗുരു വീക്ഷിക്കുന്നുണ്ട്. ദോഷശാന്തിക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ ശിവന് ധാര നടത്തണം. ഗണപതി ക്ഷേത്രം, ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ സൗകര്യം പോലെ ദർശനം നടത്തുകയും ചെയ്യണം. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ 2025-ലെ ജനുവരി മാസഫലമാണ് ഞാൻ ഇവിടെ വിവരിച്ചത്. ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലം അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.